മുഹറം നമുക്ക് നൽകുന്ന സന്ദേശം, ഒരാൾ മുഹറമിൻ്റെ ഏതെങ്കിലും ഒരു വ്യാഴം, ഒരു വെള്ളി, ഒരു ശനി, അങ്ങനെ 3 ദിവസങ്ങളിലായി തുടരെ നോമ്പെടുത്താൽ അവൻ്റെ 50ഓളം വർഷമുള്ള ദോഷങ്ങൾ പൊറുക്കുമെന്ന് മഹാന്മാർ പറയുന്നത് കാണാം. ഒരുപാട് പുണ്യങ്ങൾ നിറഞ്ഞ ഒരു പൂക്കാലം തന്നെ നമുക്ക് കൊയ്തെടുക്കാവുന്ന ഒരവസ്ഥയിലാണ് അല്ലാഹു തആല ഈ മുഹറമിനെ വെച്ചിട്ടുള്ളത്. സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ തൗബ സ്വീകരിച്ച ഈ മാസം, പടച്ച റബ്ബേ ഞങ്ങളുടെ തൗബ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾക്ക് തെറ്റില്ലാത്തൊരു ജീവിതം, ഹറാമില്ലാത്തൊരു ജീവിതം നീ ഞങ്ങൾക്ക് തന്ന് ഖൽബിലെപ്പോഴും അല്ലാഹ് അല്ലാഹ് എന്നൊരു ചിന്തയിലാകുന്ന സമയത്തല്ലാതെ ഞങ്ങളെ റൂഹ് നീ പിടിക്കരുതേ റഹ്മാനെ. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളുടെ ആയുസ്സിൻ്റെ ഒരു വർഷം കഴിഞ്ഞു. പുതിയൊരു വർഷത്തേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. വർഷത്തിൻ്റെ തുടക്കം മുഹറമാണ് നാം ഇപ്പോൾ നിലകൊള്ളുന്ന മാസം. മുഹറത്തിന് ധാരാളം പ്രത്യേകതകൾ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. 1 മുതൽ 10 വരെ നോമ്പെടുക്കാൻ പണ്ഡിതന്മാർ കൽപ്പിച്ചതായി കിതാബുകളിൽ കാണാം. അതുപോലെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളമായി നോമ്പെടുക്കുന്ന ഒരു മാസം മുഹറം. ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നടന്നിട്ടുള്ള മാസമാണ്. എണ്ണിയാൽ അത്ഭുതപ്പെട്ടു പോകുന്ന രീതിയിൽ ഒരുപാട് അമ്പിയാക്കന്മാരുടെ ചരിത്രങ്ങൾ, ധാരാളം സംഭവങ്ങൾ, എന്തിനേറെ ഈ ഭൂമി പടച്ചത് വരെ അർശും കുർസിയും ലഹ്മും കലമും ലൗഹും കലമും എല്ലാം പടച്ചത് ഈ ആശുറായിലാണ്. മാത്രവുമല്ല, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആശുറായിൽ കുടുംബങ്ങളിൽ വിശാലത ചെയ്യാൻ, ഒരാളുടെ കുടുംബത്തിൻ്റെ പേരിൽ വിശാലത ചെയ്യുന്ന ഒരു സ്വഭാവം ഈ ആശുറായിൽ കൊണ്ടുവന്നാൽ, അങ്ങനെ ചെയ്താൽ, ഫിന്നഫഖ ചെലവഴിക്കുന്ന വിഷയത്തിൽ അന്ന് പണ്ഡിതന്മാർ പറയുന്നു, ഒരു പായസമോ അതുപോലെ എന്തെങ്കിലും ഒരു മധുര പലഹാരങ്ങൾ വെക്കുന്നതും, അതുപോലെ ആവശ്യമായ സാധനങ്ങളിൽ ഭക്ഷണത്തിൽ ഒരു കുറച്ച് സന്തോഷിപ്പിക്കുന്ന രീതിയിൽ കൊടുക്കുന്നതും ഒരു പുണ്യമാണ്. അങ്ങനെ ഒരാൾ യൗമു ആശുറായിൽ ചെയ്താൽ വസഅല്ലാഹു ലഹു വസഅല്ലാഹു അലൈഹി സായിറ സനതി, മറ്റ് ഈ കൊല്ലത്തിലുള്ള മറ്റ് ദിവസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു തആല അവൻ അറിയാത്ത ഭാഗങ്ങളിലൂടെ വിശാലത ചെയ്യുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാം. മാത്രവുമല്ല, ഈ ആശുറ ദിവസത്തിലുള്ള നോമ്പ് ഒരു വർഷത്തെ ദോഷം പൊറുക്കുമെന്ന് മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിലും കാണാം. ഒരുപാട് പുണ്യങ്ങളുള്ള ദിവസമാണ് ആശുറ. അതുപോലെ തന്നെ താസുഅ, മുഹറം 9-നും പ്രത്യേകമായ നോമ്പ് സുന്നത്താണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിൻ്റെ കൂടെ നടക്കുന്ന സമയത്താണ് ആശുറ ദിനത്തിൽ യഹൂദികളും മറ്റും നോമനുഷ്ഠിച്ചത് അറിയുകയും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിറഔനിൻ്റെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടത് ഈ ദിവസമാണെന്ന്, അതിന് നന്ദിയായി ഞങ്ങൾ നോമ്പ് നോൽക്കുന്നു എന്നുള്ള വിവരം മുത്തുനബി തങ്ങൾക്ക് കിട്ടിയപ്പോൾ മൂസാ നബിയുമായി അവരെക്കാൾ അഹക്കായത് നമ്മളാണ്. പക്ഷേ അവരോട് യോജിച്ച് നീങ്ങലല്ല നമ്മളുടെ ദൗത്യം. അതുകൊണ്ട് ലൈൻ ബഖീതു അലാ ഖാബിലിൻ ലഅസൂമന്ന താസിയ, അടുത്ത വർഷം ഞാനുണ്ടെങ്കിൽ 9-ന്റെ അന്നും നോമ്പെടുക്കാൻ ഞാൻ എന്തായാലും നോമ്പെടുക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു വാക്ക്. ആശുറാൻ്റെ തൊട്ട് മുമ്പുള്ള 9-ന്റെ അന്ന് നോമ്പെടുക്കൽ സുന്നത്തായി പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അന്നെടുക്കാൻ കഴിയാത്തവർ 11-നെങ്കിലും എടുത്ത്
ആ ഒരു വൈരുദ്ധ്യം പ്രകടിപ്പിക്കുന്നത് പുണ്യമാണ്, നല്ലതാണ്. ആ ആശുറാൻ്റെ ദിവസത്തിൽ എന്തെല്ലാമാണോ സംഭവങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടച്ചത് ആശുറ ദിവസമാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കിയത്, ആ തൗബ സ്വീകരിച്ചത്, അതൊക്കെ ആശുറ ദിവസമാണ്. അതുപോലെ തന്നെ ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മക്കാനൻ അലിയ, ഉന്നതമായ ആ ഒരു മക്കാനിലേക്ക് ഉയർത്തിയത് അത് ഈ ആശുറ ദിവസമാണ്. നോഹ നബി അലൈഹിസ്സലാത്തു വസ്സലാം ലോകം മുഴുവനും ഒരു പ്രളയത്തിൽ അകപ്പെട്ടുകൊണ്ട് നോഹ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കപ്പലിൽ ഉണ്ടായിരുന്ന കുറഞ്ഞ ആളുകൾ, ആ ആളുകൾ ജൂതി എന്ന പർവ്വതത്തിലേക്ക് ഇറങ്ങി. ഈ ഭൂമി ലോകത്തന്ന് മറ്റൊരാളുമില്ല, മനുഷ്യന്മാരാകുന്ന ഒരാളും ഈ കപ്പലിലുള്ള അവരല്ലാതെ മറ്റൊരാളുമില്ല. ആ രീതിയിലുള്ള ആ ഒരു വലിയ ഒരു പുനരുദ്ധിവാസം ആ ജൂതി പർവ്വതത്തിലേക്ക് ഇറങ്ങിയത് ഈ മുഹറം 10-ലാണ്. അൽഹംദുലില്ലാഹ്, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചത് ഈ ആശൂറയിലാണ്. മാത്രവുമല്ല, നമ്രൂദിൻ്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് സയ്യിദുനാ ഇബ്രാഹിം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം രക്ഷപ്പെട്ടതും ഈ ആശൂറ ദിനത്തിലാണ്. എത്ര സംഭവങ്ങളാണ്! മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് തൗറാത്ത് ഇറങ്ങിയത് ഈ ആശൂറയിൽ എന്ന് കിതാബിൽ കാണാം. മാത്രവുമല്ല, ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ചരിത്രം വലിയ ദീർഘമുള്ളതാണ്. ജയിലിൽ അടക്കപ്പെട്ടപ്പോൾ ആ ജയിലിൽ നിന്നും ഇറങ്ങി വന്നത്, ജയിലിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുള്ളത് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മിസ്രിൻ്റെ ഭരണാധികാരത്തിലേക്ക് എത്തുന്നത് ആ ജയിലിൽ നിന്നുള്ള ഇറക്കത്തോടു കൂടെയാണ്. ആ ഇറങ്ങിയതും യഥാർത്ഥത്തിൽ ഈ ആശൂറയിലാണ്. ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കാഴ്ച തിരിച്ചു കിട്ടിയൊരു സംഭവം പറയുന്നുണ്ട് ചരിത്രത്തിൽ. ആ തിരിച്ചു കിട്ടിയത് ഈ ആശൂറ ദിവസത്തിലാണ്. അതുപോലെ തന്നെ സയ്യിദുന അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രയാസങ്ങളിൽ നിന്നും വലിയ പരീക്ഷണങ്ങളിൽ നിന്നും മുക്തമായി ആ വന്നിട്ടുള്ള ആ വിപത്ത്, ആ വിഷമം, അത് തീർന്നിട്ടുള്ളത് ഈ ആശൂറ ദിവസത്തിലാണ്. മാത്രവുമല്ല, യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് നമുക്കറിയാം. ദിവസങ്ങളോളം മത്സ്യവയറ്റിൽ ജീവിച്ച ആളാണ് സയ്യിദുന യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യവയറ്റിൽ നിന്നും രക്ഷപ്പെട്ട് ഈ ഭൂമിയിലേക്ക് വന്നത് ഈ ആശൂറ ദിവസത്തിലാണ്. മാത്രവുമല്ല, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔനിൻ്റെ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ആ ബനു ഇസ്രായേലിനെ രക്ഷപ്പെടുത്തി ആ വലിയ നദിയെ 2 പിളർപ്പാക്കിയത് അത് ഈ ആശൂറ ദിവസത്തിലാണ്. തീരുന്നില്ല. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് രാജകീയമായൊരു പദവി നൽകിയത് അത് ഈ ആശൂറ ദിവസത്തിലാണ്. അതുപോലെ തന്നെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീനാ ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, ആ ഒരു ആയത്ത്, ആ ഒരു വലിയ ഒരു മഖാം അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയിട്ടുള്ളത് ഈ ആശൂറ ദിവസത്തിലാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഭൂമിയെ പടച്ചത്, ആകാശത്തെ പടച്ചത് എല്ലാം ഈ ആശൂറ ദിവസത്തിലാണ്. മാത്രവുമല്ല, ആദ്യമായി ഭൂമിയിൽ മഴ വർഷിച്ചിട്ടുള്ളതും ഈ ആശൂറ ദിവസത്തിലാണ്. റഹ്മത്താകുന്ന പടച്ചവൻ്റെ കാരുണ്യം ആദ്യമായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് അത് ഈ ആശൂറ ദിവസത്തിലാണ്. മാത്രവുമല്ല, ആശൂറയിൻ്റെ ഈ നോമ്പ് നമുക്ക് മാത്രമല്ല, അമ്പിയാക്കന്മാരുടെ നോമ്പാണ്. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുല്ലാഹിൽ ഇസ്ലാം അബൂ ഹമീദുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ, അതുപോലെ തന്നെ സയ്യിദുൽ ബക്കരി തങ്ങൾ ഇആനത്തു താലിബീൻ പോലത്തെ കിതാബുകളിൽ പറഞ്ഞതായി നമുക്ക് കാണാം. മുകാശഫത്തുൽ ഖുലൂബ് പോലത്തെ കിതാബുകളിലും കാണാം. ഈ നോമ്പ് സൗമുൽ അംബിയ, അമ്പിയാക്കന്മാർ നോറ്റിരുന്ന നോമ്പാണ്. അതുമാത്രവുമല്ല, ഈ രാത്രികൾ, ഈ ആശൂറയിൻ്റെ രാത്രി ഒരാൾ ഹയാത്താക്കി, ഇബാദത്ത് കൊണ്ട് ഒരാൾ ധന്യമാക്കി, ചില്ലറ പ്രതിഫലമല്ല മുഅ്മിനീങ്ങളെ ഉള്ളത്, ചില്ലറ പ്രതിഫലമുള്ള അല്ല. 7 ആകാശത്തുള്ള അല്ലെങ്കിൽ 7 ആകാശത്തുമുള്ള മലക്കുകൾ ചെയ്യുന്ന അമലിനോട് തുല്യമാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ അമലിനോട് ചേർക്കുന്ന രീതിയിൽ
ഈ ദിവസത്തിലുള്ള രാത്രിയുള്ള അമലിനെ പടച്ച റബ്ബ് തആല ചേർക്കുമെന്ന് മഹാന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തിയത് കാണാം. സുബ്ഹാനല്ലാഹ്, ഈ രാത്രി കരഞ്ഞ് ദുആ ചെയ്യേണ്ട രാത്രിയാണ്. ആശൂറാ ദിനം നമ്മൾ വലിയ ഒരു ദോഷങ്ങൾ പൊറുപ്പിക്കാൻ പറ്റിയ ദിവസമാണ്. കാണാം കിതാബുകളിൽ ഒരാൾ മുഹറമിൻ്റെ ഏതെങ്കിലും ഒരു വ്യാഴം, ഒരു വെള്ളി, ഒരു ശനി, അങ്ങനെ 3 ദിവസങ്ങളിലായി തുടരെ നോമ്പെടുത്താൽ അവൻ്റെ 50ഓളം വർഷമുള്ള ദോഷങ്ങൾ പൊറുക്കുമെന്ന് മഹാന്മാർ പറയുന്നത് കാണാം. ഒരുപാട് പുണ്യങ്ങൾ നിറഞ്ഞ ഒരു പൂക്കാലം തന്നെ നമുക്ക് കൊയ്തെടുക്കാവുന്ന ഒരവസ്ഥയിലാണ് അല്ലാഹു തആല ഈ മുഹറമിനെ വെച്ചിട്ടുള്ളത്. യുദ്ധം ഹറാമായ 4 മാസങ്ങളിൽ ഒന്നാണ് ഈ മുഹറം മാസം. ഈ മുഹറമിൻ്റെ ഈ ആശൂറാ ദിനത്തിൽ പ്രത്യേകിച്ച് സാധുക്കൾക്ക് സ്വതക്ക ചെയ്യൽ പ്രത്യേകമായ സുന്നത്താണ്. ആ ദിവസത്തിൽ ഇയാൾ അവൻ്റെ ആശ്രിതർക്ക്, കുടുംബങ്ങൾക്ക് വിശാലത ചെയ്യുന്നത് പോലെ. അതിന് വലിയൊരു കാരണം ഈ സ്വതക്ക തുറദ്ദുൽ ബലായ, അതിൽ പ്രത്യേകമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളൊരു ദിവസത്തിൽപ്പെട്ട ഒന്നാണ് മുഹറം ആശൂറാ ദിവസത്തിൽ. അതുപോലെ തന്നെ അന്ന് ഒരു മനുഷ്യൻ യതീമിനോട് കാരുണ്യം കാണിച്ച് ആ യതീമിൻ്റെ തല തടവിയാൽ വലിയ പുണ്യമാണ്, വലിയ പ്രതിഫലം കിട്ടുന്നതാണ്. അതുപോലെ ഒരു രോഗിയെ സന്ദർശിക്കുന്ന ഒരു സ്വഭാവം ഈ മുഹറമിൽ ഒരാൾ പെടുത്താൽ, ആ മുഹറമിൽ ഒരു രോഗിയെ ആശൂറാ ദിവസത്തിൽ രോഗിയെ സന്ദർശിച്ചാൽ അത് വലിയ പ്രതിഫലം കിട്ടുമെന്ന് മാത്രമല്ല, അല്ലാഹു തആല അവൻ്റെ ജീവിതത്തിൽ ആഫിയത്ത് നൽകാൻ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അതുപോലെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല പടച്ചത് ഈ ആശൂറാ ദിനമാണ്. അതുപോലെ തന്നെ സയ്യിദുനാ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു തആല ഉയർത്തിയിട്ടുള്ള ഈ ദിവസം ഈ ആശൂറാ ദിവസത്തിലാണ്. അങ്ങനെ തുടങ്ങി ഒരുപാട് സംഭവങ്ങൾ നമുക്ക് മറക്കാൻ കഴിയൂല. ലോകത്തെ മുഴുവൻ അഹ്ലു ബൈത്തീങ്ങളുടെയും ഉപ്പാപ്പമാരിൽപ്പെട്ട സയ്യിദുനാ അബി അബ്ദുല്ലാഹി ഇമാമുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ കർബലയിൽ